हरि बोल जय जय प्रभु प्रभुपाद जय जय प्रभुपाद हरिनाम संकीर्तन यज्ञ शिला प्रभुपाद की जय। गौर प्रेमानंद नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे विशेष जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे श्रील प्रभुपाद की जय। सद्गुरुस्वामी वृंद प्रभु की जय। हरे कृष्ण। ഇന്ന് 7ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ഇതുവരെ 6 ശ്ലോകം നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ 6 ശ്ലോകം എന്താണെന്ന് പറയാം, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക്. അതിനൊരു കണ്ടിന്യൂഷനും ഉണ്ട്. ഈ ശ്ലോകം നമ്മൾ എടുക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്, ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് അതിനകത്ത്. അതായത് ആദ്യത്തെ ശ്ലോക നമ്മൾ നോക്കിയത് വാചോവേഗ മനസ്സക്രോധവേഗ എന്ന് പറഞ്ഞ് നോക്കി. അതായത് ഇന്ദ്രിയ നിയന്ത്രണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ദ്രിയം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം മുഴുവനും ശിഷ്യനെ സ്വീകരിക്കാം. ആധ്യാത്മിക ഗുരുവിൻ്റെ ആ ഒരു ക്വാളിറ്റി ആ വ്യക്തിക്ക് കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നോക്കിയത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ അത്യാഹാര പ്രയാസ പ്രചൽപ്പ എന്നുള്ള കാര്യം നോക്കി. 6 കാര്യങ്ങൾ ഒരു വ്യക്തി ആധ്യാത്മികത്തിൽ പുരോഗതി നേടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അതായത് 6 കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളുണ്ടാകും. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഡിവോഷൻ സർവീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ 6 കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന എന്ന് പറയുന്ന ഒരു 6 കാര്യങ്ങൾ പഠിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത് 6 കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നമുക്ക് ആധ്യാത്മികത്തിൽ സഹായിക്കും. ആദ്യത്തെ 6 കാര്യങ്ങൾ ആധ്യാത്മികത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4ാമത്തെ ശ്ലോകത്തിൽ തദാദി പ്രതികരണാദി ഗുഹ്യമാഖ്യാദി എന്ന് പറയുന്ന ശ്ലോകം നോക്കി. അപ്പൊ അതില് നമ്മൾ ഭക്തന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കും, ഗിഫ്റ്റ് സ്വീകരിക്കും, പിന്നെ രഹസ്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യും, അവർ പറയുന്ന രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കും. ഇങ്ങനത്തെ ക്വാളിറ്റി. കാരണം നമ്മൾ ഈ ആദ്യം പറഞ്ഞ 3 കാര്യം 3 ശ്ലോക 4 ശ്ലോക നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആധ്യാത്മികത്തിൽ പുരോഗതി നേടേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു സത്സംഗം ആവശ്യമുണ്ട്. ആ സത്സംഗത്തിലെ ഭക്തന്മാരുമായിട്ട് ഇടപഴകേണ്ട രീതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. കാരണം നമ്മൾ എന്തായാലും ഒരു കല്യാണത്തിന് പോയിരുന്നാലും മറ്റ് ഫംഗ്ഷന് പോയിരുന്നാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും, ഗിഫ്റ്റ് മേടിക്കും. അതുപോലെ ഭക്തന്മാരുടെ ഇടയ്ക്കും അത് ചെയ്യാം. പക്ഷെ ഇവിടെ ഇനിയൊരു കാര്യം വെച്ചാൽ രഹസ്യങ്ങളും നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷെ ആരുടെടുത്തോ ഒരു റോങ് ആയിട്ട് ഒരാളുടെ അടുത്ത് നമ്മുടെ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പരസ്യമാക്കും. അതുകൊണ്ട് പക്വതയുള്ള ഒരു ഭക്തന്മാരുമായിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിനകത്ത് സൂക്ഷിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് ആധ്യാത്മികമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ആ കാര്യത്തിനെ കുറിച്ച് പഠിച്ചു. അടുത്തത് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കൃഷ്ണ യസ്യ ഗിരിതം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭക്തന്മാര് അങ്ങനെ കുറച്ചായിട്ട് നാമജപത്തിൽ കൂടെ വന്ന് ദീക്ഷ വരെ എടുക്കും. അവർ ദീക്ഷ എടുത്ത് പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ 3 തരത്തിൽ നോക്കി. ഉത്തമധികാരി, മധ്യമധികാരി, കനിഷ്ഠാധികാരി എന്നൊക്കെ നോക്കി. അപ്പോൾ ഒരു തുടക്കക്കാരൻ ഭക്തൻ ഇപ്പം വന്നതേ ഉള്ളൂ, 1-2 മാല ജപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിച്ചു. പക്ഷെ അവരെങ്ങനെ റെസ്പെക്ട് ചെയ്താൽ മതി? മനസ്സുകൊണ്ട് നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ ഒരു ദീക്ഷ എടുത്ത ഭക്തനാണെങ്കിൽ ആ ഭക്തനെ നമ്മൾ കുറച്ചുകൂടെ വിനയപൂർവ്വം അവരെ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം, കാലിൽ വീണ് നമസ്കരിക്കാം.
അതെല്ലാം നമുക്ക് ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും ഒരു ഭക്തനെ നമസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അനുഗ്രഹം മാത്രമേ കിട്ടൂ. കാരണം ആ ഭക്തൻ തീർച്ചയായും മനസ്സിൽ വിചാരിക്കും, കൃഷ്ണ മതിരസ്തു, ഈ വ്യക്തി കൃഷ്ണനെ മറക്കാതിരിക്കട്ടെ, എന്നും ഈ കൃഷ്ണന്റെ സേവനത്തിൽ ഇരിക്കട്ടെ എന്ന് ആ ഭക്തൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ദീക്ഷ എടുത്ത ഭക്തന്മാരെ അങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ദീക്ഷ എടുത്ത ഭക്തന്മാരിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തൻ, അതായത് ഒരു സന്യാസിയെ പോലെയുള്ള ഭക്തന്മാരാണെങ്കിൽ അവർക്ക് നമ്മൾ സേവനം അനുഷ്ഠിക്കണം. ഉയർന്ന ഭക്തന്മാർക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് നമ്മൾ എന്താ പറയുക, അവരുടെ അനുഗ്രഹം നേടുകയാണെങ്കിൽ തീർച്ചയായും ആധ്യാത്മികത്തിൽ പുരോഗതി കിട്ടും എന്നുള്ളത് 6ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. അപ്പോ 5ാമത്തെ ശ്ലോകത്തിൽ വരച്ചു. ഇനി എന്താണ് പറയുന്നത് വെച്ചാല് 6ാമത്തതിലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ശ്ലോകത്തില് എന്താ പറയുന്നത് വെച്ചാല്, ഒരു ഭക്തനെ അവരുടെ എന്താ പറയുക, അവരുടെ മതമോ അവരുടെ ജാതിയോ അല്ലെങ്കിൽ അവരുടെ കളറോ അവരുടെ ആസ്തി വെച്ചുകൊണ്ടോ അവരുടെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ടോ ഇങ്ങനെയൊന്നും അവരെ തരംതിരിച്ച് കാണാൻ പാടില്ല. ഭക്തന്മാര് എന്നും ഭക്തന്മാര് തന്നെയാണ്. അവരെ എന്താണ്, അവരിങ്ങനെ കറുത്ത് കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആ ഭക്തന്മാരുടെ അടുത്ത് മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ആ ഭക്തന് വിദ്യാഭ്യാസമില്ല, അവരുമായിട്ട് ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കുക. അല്ലെങ്കിൽ ഇവൻ ശൂദ്രനാണ്, ഇവൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് തരം നോക്കി അവരുമായിട്ട് ഇടപെടുക. ഇതൊന്നും പാടില്ല ഭക്തൻ. ഗംഗ എങ്ങനെയാണോ പരിശുദ്ധം, പവിത്രം, ഗംഗ കലങ്ങി പതയുന്നൊരയുമായിട്ട് പോകും ഗംഗയിൽ പോകുമ്പോൾ. എന്നിരുന്നാലും ഗംഗ എന്നും പവിത്രം തന്നെയാണ്. അതുപോലെ ഭക്തന്മാരെന്നും പവിത്രമായ വ്യക്തികൾ തന്നെയാണ് എന്നുള്ള കാര്യം വെച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ഇതുവരെ ഇങ്ങനെ ഭക്തന്മാരുമായിട്ട് ആദ്യം നമ്മുടെ സാധന, അത് കഴിഞ്ഞ് ഭക്തന്മാരുമായിട്ട് ഇടപഴകുന്ന രീതി, ഭക്തന്മാരിൽ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ഭക്തരായിട്ട് തന്നെ കാണുക എന്നുള്ളത് പഠിച്ചു. ഇനി കൃഷ്ണനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണനാമം, കൃഷ്ണ ഗുണം, കൃഷ്ണന്റെ ലീല, കൃഷ്ണന്റെ പ്രവൃത്തി എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓർഡറിൽ വന്നാലേ കൃഷ്ണനിൽ എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് കൃഷ്ണനെ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. കാരണം നമ്മൾ അപരാധങ്ങളും അനർത്ഥം, ഒരുപാട് പ്രശ്നങ്ങൾ, തടസ്സങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് രൂപഗോസ്വാമി ഈ പ്രോസസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുക. ഓക്കെ, ഇന്നത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു ചോദ്യവും കൂടെ അങ്ങോട്ട് ചോദിക്കാം. നമ്മൾ ഇപ്പൊ കൃഷ്ണഭക്തി കുറച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നമ്മൾ നാമം ജപിക്കുമ്പോൾ, ഓക്കെ, ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ഓഫീസിൽ കൂടെ ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിരിക്കാം, ആര് വേണമെങ്കിലായിരിക്കാം, നമ്മളെ കളിയാക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും. നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇവരെന്താണ് തുടങ്ങി, അവർ ബാഗ് എടുത്തിട്ട് വന്നു, അവർ തുടങ്ങി. ഇതൊന്നും പുറമേ ഉള്ള ആൾക്കാർക്ക് കാണിക്കാനുള്ളതല്ല, ഉള്ളിൽ ഒന്ന് ഒതുക്കിയിരുന്നാൽ മതി, ഇങ്ങനെ പുറമേ ഒന്നും കാണിക്കേണ്ട, ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, അത് എത്ര പേർക്കുണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്? അല്ല, അങ്ങനെയൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഉണ്ട് ഒരാള്, കറക്റ്റ്. 2 ഉണ്ട്. അപ്പോ ഈ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം അസുര ചിന്ത ആ ഉള്ളിലുണ്ടെങ്കിൽ കൃഷ്ണൻ നാമത്തിലെ അല്ലെങ്കിൽ കൃഷ്ണ ഭക്തനെ കാണുമ്പോൾ അത് ഇഷ്ടം വരില്ല. ആ ഹൃദയത്തിനകത്ത് അത് ഇഷ്ടം വരില്ല. പക്ഷെ അവരിലുള്ളിലും കൃഷ്ണഭക്തി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവർക്ക് കൃഷ്ണഭക്തി ഇല്ലാത്ത വ്യക്തികളല്ല, അവർക്ക് കൃഷ്ണഭക്തി ഉണ്ട്. പക്ഷെ അതിപ്പം ഇങ്ങനെ മേഘം പോലെ, ഇങ്ങനെ മേഘം കൊണ്ട് മേലിരിക്കുന്ന ചന്ദ്രനെ മൂടിയിരിക്കുന്നത് പോലെ അവരുടെ ഒറിജിനൽ ഗുണങ്ങൾ അങ്ങ് മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ദേഷ്യം വരുന്നത്. ഇനി ചില സമയങ്ങളിൽ നമുക്കും താല്പര്യമില്ലാതെ, ഇത് അവരെ കുറ്റം പറഞ്ഞത്, ഇത് 3ാമത്തത്. ചിലപ്പോൾ നമുക്ക് തന്നെ ജപിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബുക്ക് വായിക്കണം, ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, ക്ലാസ്സിൽ കയറണം, ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു മടി ഉണ്ടാവും. ഇങ്ങനെ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? 1, 2, 3, 4, 5. ഓക്കെ, അതും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ കാരണമുണ്ട്. അതായത് നമ്മളുടെ ചെയ്യുന്ന സാധനയിൽ നമുക്ക് താല്പര്യമില്ലാതാകുക,
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടാതാവുക എന്നുള്ള കാര്യം അതുകൊണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ശ്ലോക വായിക്കാം, കാരണം ഇതിന്റെ ഉത്തരം അതിനകത്ത് നിന്ന് കിട്ടും നമുക്ക്. ഏഴാമത്തെ ശ്ലോകം ആരെങ്കിലും വായിക്കാവോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സ്യാൽ കൃഷ്ണനാമചരിതാദി സിദ്ധ അഭിവിദ്യാം പിത്വബോധപദാം രസനസ്യന ലോജികാംനു കിന്ധ്വാധരാ അനുദിനം ഗലും സ ഏവ ജുഷ്ടാം സാധിക്രമാൽ ഭവതിന്തൽ ഗത മൂലാമുഹന്ത്രി. അന്വയം വായിക്കുന്നത്. കൃഷ്ണനാമ, കൃഷ്ണന്റെ പൂർണ്ണനാമം. ചരിധാനി, ഗണങ്ങൾ, ലീലാവിലാസങ്ങൾ. സിദ്ധ, അഭി, മുതലായ കൽക്കണ്ടം പോലും. അവിദ്യ, അവിദ്യയാകുന്ന അജ്ഞാനമാകുന്ന. പിത്വാപ, പിത്തം കൊണ്ട് ആതുരമായ. തപ, തപ്തരസനസ്യ, നാവോടു കൂടിയവന്. ലോചിക, ന, രുചികരമായി ഇരിക്കുകയില്ലല്ലോ. സ്യാൽ, കിന്തും, എന്നാൽ. സ ഏവ, അത് കൽക്കണ്ടമാകുന്ന ഹരിനാമം തന്നെ. അനുദിനം, ദിവസം തോറും. ആദരാൽ, ശ്രദ്ധയോടുകൂടി. ജുഷ്ട, സേവിക്കുന്നതായാൽ, കീർത്തിക്കുന്നതായാൽ. ക്രമത്തിൽ, സ്വാതി, സാധുള്ളതായും. തൽഗത മൂലഹന്ത്രി, മേൽപ്പറഞ്ഞ രോഗത്തിന്റെ കാരണം നശിപ്പിക്കുന്നതായിട്ടും ഭവതി തീരുന്നു. പരിഭാഷ. കൃഷ്ണന്റെ തിരുനാമങ്ങളും ഗുണങ്ങളും പ്രവൃത്തികളും ലീലകളും കൽക്കണ്ടം പോലെ ഉത്കൃഷ്ടമധുരങ്ങളാണ്. എന്നാൽ അവിദ്യയാകുന്ന രോഗം പിടിപെട്ടു രുചികെട്ട നാവിനെ മധുരമുള്ളതൊന്നും രുചിച്ചറിയുവാൻ സാധ്യമല്ല. എങ്കിലും അത്ഭുതമെന്ന പറയട്ടെ, മധുരങ്ങളായ ഈ പുണ്യനാമങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കീർത്തിച്ചു കൊണ്ടിരുന്നാൽ അയാളുടെ നാവിൽ സ്വാഭാവികമായ രുചി വരികയും അങ്ങനെ ആ രോഗം ക്രമത്തിൽ വേരറ്റു പോവുകയും ചെയ്യും. ഭാവാർത്ഥം. സത്ത്, സൗന്ദര്യം, ആനന്ദം എന്നിവയുള്ളതാണ് കൃഷ്ണന്റെ പുണ്യനാമവും ഗുണങ്ങളും ലീലകളും. സ്വതസിദ്ധമായി തന്നെ ഇവ എല്ലാം എല്ലാവർക്കും രുചിക്കുന്ന കൽക്കണ്ടം പോലെ വളരെ മധുരമാണ്. വിദ്യയെ, അജ്ഞാനത്തെ ചിത്തസ്രാവജന്യമായ കാമില രോഗത്തോട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. കാമില രോഗം ബാധിച്ചവന്റെ രസനയ്ക്ക് കൽക്കണ്ടം രുചിച്ചറിയുവാൻ സാധ്യമല്ലല്ലോ. വാസ്തവത്തിൽ കാമില പിടിച്ചവന് മധുര വസ്തുക്കളെല്ലാം കയ്പായിട്ടാണ് തോന്നുക. അതുപോലെ അവിദ്യ രുചികരങ്ങളായ കൃഷ്ണനാമ ഗുണ രൂപലീലകൾ ആസ്വദിക്കുന്നതിനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ അവിദ്യാരോഗമുണ്ടെങ്കിലും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൃഷ്ണാവബോധത്തിൽ പ്രവേശിച്ച് കൃഷ്ണന്റെ നാമങ്ങൾ കീർത്തിക്കുകയും കൃഷ്ണന്റെ ദിവ്യലീലകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ആ രോഗം ക്രമത്തിൽ ഇല്ലാതാവുകയും അങ്ങനെ അവന്റെ നാവിനെ കൃഷ്ണന്റെ ഗുണങ്ങളുടെയും വിഭൂതികളുടെയും മാധുര്യം ആസ്വദിക്കാനാവുകയും ചെയ്യും. കൃഷ്ണാവബോധം പതിവായി വളർത്തിക്കൊണ്ടുവന്നാൽ ഇത്തരത്തിൽ ആത്മീയ രോഗം വീണ്ടെടുക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. സാധ്യമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പോ ഇതിനകത്ത് പറയുന്നുണ്ട്, അപ്പൊ കൃഷ്ണന്റെ തിരുനാമങ്ങളും ഗുണങ്ങളും പ്രവൃത്തികളും ലീലകളും കൽക്കണ്ടം പോലെ ഉത്കൃഷ്ട മധുരമുള്ളതാണ്. അപ്പോ ഈ കൃഷ്ണന്റെ നാമം, ഗുണം, ലീല ഇതെല്ലാം മധുരമുള്ളതാണ്. അത് കേൾക്കുമ്പോൾ അതിനൊരു സ്വാദുണ്ട്, അത് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കഥയന്തസ്ഥ മാംനിത്യം ദുഷ്യന്തീച്ച രമന്തിച്ച എന്ന് പറഞ്ഞ ഭഗവാന്റെ കഥകൾ നിത്യം കേൾക്കുമ്പോഴും അത് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും അതിന് മധുരമില്ലാതെയാകില്ല. എന്നാൽ ഇവിടെ എന്താ പറയുക, കാമില രോഗം എന്ന് പറയുന്നുണ്ട്, അതായത് മഞ്ഞപ്പിത്തം എന്ന് പറയാം. ഈ മഞ്ഞപ്പിത്തം പിടിച്ച, ജോണ്ടിസ് പിടിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് കൽക്കണ്ടം കയ്പായിരിക്കും. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് കൽക്കണ്ടം കയ്പാന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ നാവിലെ ആ ടേസ്റ്റ് അങ്ങ് മാറി. അസുഖം കാരണം ആ വ്യക്തിക്ക് ആ നാവിലെ ടേസ്റ്റ് മാറില്ല. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പൊ എന്താണ്, കൽക്കണ്ടം മധുരമല്ല. അതുപോലെ ഇവിടെ ഭഗവാന്റെ ലീല രുചികരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഭവരോഗം, ഭൗതികമായ വിഷയത്തിലെ ഉള്ള ആകർഷണം കാരണം
ആ വ്യക്തിക്ക് ഭഗവാന്റെ അടുത്ത് കാരുണ്യമില്ല, ഭഗവാന്റെ അടുത്ത് ആകർഷണമില്ലാതെ ആകുക. പക്ഷെ അതിന് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചാൽ, ഈ കാമില രോഗത്തിന് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചാൽ അതിന്റെ മരുന്ന് കൽക്കണ്ടം തന്നെയാണ്. പക്ഷെ ഈ കൽക്കണ്ടം അത് ആ വ്യക്തിക്ക് ഇപ്പൊ കഴിക്കുമ്പോൾ അത് ടേസ്റ്റ് ഇല്ല, കയ്പാണ്. പക്ഷെ ആ വ്യക്തി ആ കൽക്കണ്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ അസുഖം മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഭൗതിക രോഗം പെട്ടിട്ട് ഒരു വ്യക്തി കൃഷ്ണനെ മറന്നിരിക്കുന്ന വ്യക്തി തിരിച്ചും തിരിച്ചും കൃഷ്ണനെ കുറിച്ച് കേൾക്കുകയും കൃഷ്ണനാമം ജപിക്കുകയും നിരന്തരം ചെയ്യുമ്പോൾ ആ രോഗം ആ വ്യക്തിക്ക് മാറിയിട്ട് ഓട്ടോമാറ്റിക്കാ കൃഷ്ണനാമത്തിൽ രുചിയുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയാണ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഭൗതിക ആഗ്രഹങ്ങൾ ഇങ്ങനെ, കാരണം നമ്മളെ ചുറ്റും അതാണ് നടക്കുന്നത്. നമ്മൾ മൊബൈൽ എടുത്ത് വെച്ചാൽ മതി, മൊബൈൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം 1 മണിക്കൂർ 2 മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് മറന്നുപോയി നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ എന്തുമാത്രം സമയമാണ് വേസ്റ്റ് ചെയ്തത്, ഇത്രയും സമയം ഉണ്ടെങ്കിൽ നാമം ജപിക്കാമായിരുന്നു, ഭാഗവതത്തിൽ കുറച്ച് വായിക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. ആ സാഹചര്യത്തിന് നമ്മൾ അതുപോലെ തന്നെ എടുത്താൽ, യൂസ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി എന്താവും, ഈ ഭവരോഗം പിടിപെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ നാമം ജപിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ആ നാമജപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് തിരിച്ച് പെട്ടെന്ന് വായിക്കണം, ജപിക്കണം, കൂടുതൽ അറിയണം, ക്ലാസ്സിൽ കയറണം, പ്രസാദം നിവേദിക്കണം, പ്രസാദം കഴിക്കണം എന്നുള്ള ചിന്ത എങ്ങനെ വരും, അത് നിരന്തരം ചെയ്യുമ്പോൾ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. അപ്പൊ ആ രോഗം പിടിപെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് തന്നെയാണ് മരുന്ന് എന്ന് ചോദിച്ചാൽ ആ കൃഷ്ണഭക്തി തന്നെയാണ് മരുന്ന്, വേറെ ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇതൊരു അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയില്ലായ്മ. എന്ത് വിദ്യയില്ല? രാജവിദ്യ, ഭഗവാനെ കുറിച്ചുള്ള വിദ്യ ഇല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ സംഭവിക്കുന്നത്, കൃഷ്ണന്റെ അടുത്ത് താല്പര്യമില്ലാത്തത്. അപ്പൊ ആ ജ്ഞാനം കിട്ടിയാൽ കൃഷ്ണന്റെ അടുത്ത് താല്പര്യം ഉണ്ടാവും, കാരണം ഇന്റലിജന്റ്. ഓക്കെ, ജ്ഞാനം കിട്ടുമ്പോൾ മാത്രമേ കൃഷ്ണന്റെ അടുത്ത് നമുക്ക് താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അടുത്ത പാര വായിക്കാം ആരെങ്കിലും. ഞാൻ തിരിച്ചു വിളിക്കണോ? പറഞ്ഞോ. അന്തര്യാമി പ്രഭു മ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. അടുത്തത് ആരെങ്കിലും വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ഭൗതിക ലോകത്തിൽ ഒരാൾക്ക് കൃഷ്ണാവബോധത്തെക്കാൾ പ്രിയങ്കരമായത് ഭൗതിക ജീവിതമാണെങ്കിൽ അയാളെ രോഗിയായി കണക്കാക്കാം. ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ എന്ന് ചൊല്ലനുസരിച്ച് ഭഗവാന്റെ നിത്യദാസത്വം എന്നതാണ് നമ്മുടെ സ്വാഭാവികമായ സ്ഥിതി. എന്നാൽ കൃഷ്ണന്റെ ബാഹ്യമായ മായാ ചൈതന്യത്താൽ ആകർഷിക്കപ്പെട്ട് കൃഷ്ണനെ മറക്കുന്നവന് ഈ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെടുന്നു. ഈ മായാലോകത്തെ ദുരാശ്രയത്തിൽ വിശ്വാസം പുലർത്തുന്നവൻ എപ്പോഴും പ്രതീക്ഷകൾക്കെതിരെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവനായിത്തീരും. ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും സുഖത്തിനായി ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ പൗരുഷ ശ്രമങ്ങൾ എല്ലാവിധത്തിലും വിഫലമാകുന്നു. എങ്കിലും അവിദ്യ ഗ്രസിച്ചിരിക്കുകയാൽ തങ്ങളുടെ തെറ്റുകൾ ആരും അറിയുന്നില്ല. തെറ്റുകൾ കൊണ്ട് തെറ്റുകൾ തിരുത്തുന്ന ശ്രമത്തിലാണ് അവർ. ഭൗതിക ലോകത്തിലെ ജീവിത മത്സരത്തിന്റെ സ്വഭാവമാണ് ഇത്. ഈ പരിതസ്ഥിതിയിൽ കൃഷ്ണാവബോധം വളർത്തി ആനന്ദമനുഭവിക്കുവാൻ നിർദ്ദേശിച്ചാൽ അത് ആരും കേൾക്കുകയില്ലല്ലോ. ഭീമമായ ഈ അവിദ്യയെ അകറ്റുന്നതിന് വേണ്ടിയാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം ലോകം മുഴുവനും പ്രചരിക്കപ്പെടുന്നത്. സാമാന്യേന ജനങ്ങൾ അന്ധരാൽ നയിക്കപ്പെടുന്നു. രാഷ്ട്രീയക്കാർ, തത്വചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ എന്നീ ജനനേതാക്കന്മാർ കൃഷ്ണാവബോധം ഇല്ലാത്തത് കൊണ്ടാണ് അന്ധരെന്ന് പറയപ്പെടുന്നത്. ഭഗവത്ഗീത വചനമനുസരിച്ച് ഇക്കൂട്ടർ ദുഷ്കൃതികളായ മൂഢന്മാരും മനുഷ്യരിൽ വെച്ച് അധമന്മാരുമത്രേ. എന്തുകൊണ്ടെന്നാൽ നാസ്തിക ജീവിതം നയിക്കുന്ന ഇക്കൂട്ടർക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ച് ഒരു അറിവുമില്ല. നമാ ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. വലിയ മൂഢന്മാരും ദുഷ്കർമ്മ നിരതന്മാരും നരന്മാരിൽ അധമന്മാരും മായയാൽ അറിവുകെട്ടവരും അസുരപ്രകൃതിയെ ആശ്രയിച്ചവരുമായ ആളുകൾ എന്നെ ശരണം പ്രാപിക്കുകയില്ല. ഭഗവത്ഗീതയിലെ 7.15 പറയുന്നു. അത്തരത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കലും കൃഷ്ണനെ ആശ്രയിക്കുകയില്ല. കൃഷ്ണാശ്രയത്തിനായി മറ്റുള്ളവർ ചെയ്യുന്ന പരിശ്രമങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു.
അത്തരം നിരീശ്വരന്മാർ സമൂഹത്തിന്റെ നേതാക്കളാകുമ്പോൾ അന്തരീക്ഷം മുഴുവനും അവിദ്യയാൽ വ്യാപ്തമായി തീരുന്നു. ഈ സാഹചര്യത്തിൽ കാമില രോഗി കൽക്കണ്ടത്തെ രുചിക്കുവാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ആരും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുകയില്ല. എന്നിരിക്കലും കാമിലയ്ക്കുള്ള പ്രത്യേക മരുന്നാണ് കൽക്കണ്ടം എന്ന് ഓർമ്മിക്കുക. അതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഈ കുഴപ്പം പിടിച്ച പരിതസ്ഥിതിയിൽ ലോകത്തെ ശരിയായ മാർഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരേ ഒരു പോംവഴി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന കൃഷ്ണന്റെ പുണ്യനാമം കീർത്തിക്കുന്ന കൃഷ്ണാവബോധമാണ്. വിദ്യാരോഗഗ്രസ്തനായ ഒരാൾക്ക് കൃഷ്ണാവബോധം രുചികരമായി തോന്നുകയില്ലെങ്കിലും ഭൗതികതാ രോഗത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ശ്രദ്ധയോടും വിശ്വാസത്തോടും അതിനെ തന്നെ ആശ്രയിക്കണമെന്നാണ് ശ്രീല രൂപ ഗോസ്വാമി ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതാണ് ചികിത്സയുടെ തുടക്കം. എന്തുകൊണ്ടെന്നാൽ ഭഗവത് നാമ കീർത്തനം കൊണ്ട് ഭൗതിക ജീവിതം നയിക്കുന്ന ഒരാളുടെ എല്ലാ അബദ്ധധാരണകളും നീങ്ങിപ്പോകുന്നു. ചെയ്തോദർപ്പണമാർജനം. അവിദ്യ എന്നത് തൻ്റെ തന്നെ ആത്മീയ വ്യക്തിത്വത്തെ കുറിച്ച് ധാരണയില്ലായ്മയാണ്. അത് അഹങ്കാരത്തിന്റെ ആധാരമത്രേ. ഇനി വായിക്കണോ പ്രഭുജി? മതി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് ആൾക്കാർക്ക് ഒന്നും എന്താ പറയുക, ആധ്യാത്മികത്തില് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് അവർ ഒരുപാട് ഭൗതിക വിഷയത്തിലെ താല്പര്യം കാണിക്കുന്നത് കാരണം അവർക്ക് ആധ്യാത്മികത്തിലോട്ട് താല്പര്യം വരുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ എന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ജീവന്റെയും സ്വരൂപം എന്താണ്, ഒറിജിനൽ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം കൃഷ്ണന്റെ ദാസന്മാരാണ്. അപ്പൊ എല്ലാവരും ആരെടുത്താലും ശരി, ഒരു എത്തീസ്റ്റ് എടുത്തിരുന്നാലും ശരി തന്നെ, ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ വേറെ ഒരു അസുരൻ, ആരെ എടുത്തിരുന്നാലും ശരി തന്നെ, അവർക്ക് എല്ലാവർക്കും ഉള്ളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാവബോധമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും എവിടെ നിന്ന് വന്നവരാണ്? കൃഷ്ണനിൽ നിന്ന് വന്നവരാണ്. കൃഷ്ണൻ നമുക്ക് ഒരുപാട് പരിചയമുള്ള വ്യക്തിയാണ്. കൃഷ്ണനെ പരിചയമില്ലാത്ത വ്യക്തിയല്ല, നമുക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അതുകൊണ്ടാണ്, ആ പരിചയം ഉള്ളത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ കൃഷ്ണലോകത്തിനെയും നമുക്ക് പരിചയമുണ്ട്. നമ്മളെല്ലാം കൃഷ്ണലോകത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അവിടുത്തെ വസ്തുക്കളും അവിടുത്തെ കാര്യങ്ങളും ആ ഭഗവാനും എല്ലാം നമുക്ക് ഹയർ ടേസ്റ്റ് ആണ്. അത് ഉന്നതമായ രുചിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ രുചി അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാത്തത്. കാരണം നമ്മൾ ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേണം അത് വേണം, എല്ലാം വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുമ്പോഴും നമുക്ക് തൃപ്തി വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും അല്ല നമ്മൾ അനുഭവിച്ചത്. നമ്മൾ അനുഭവിച്ച യഥാർത്ഥ ഒറിജിനൽ ടേസ്റ്റ് ഏതാണ്? അത് ഭഗവാന്റെ ലോകത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ കിട്ടിയാലേ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. നമ്മൾ എന്നും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം നമുക്ക് ഇഷ്ടമാണെന്നിരിക്കട്ടെ, നമുക്ക് ഐസ്ക്രീം ഒക്കെ നമ്മൾ കഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അവിടെ പോയിട്ട് ഒരു ലോക്കലിൽ പോയിട്ട് എന്തോ ഒരു കാര്യം ഐസ്ക്രീം പോലെ ഇരിപ്പുണ്ട്, അത് പക്ഷെ ഐസ്ക്രീം അല്ല, അതിൽ പുളിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നിട്ട് ഇത് ഐസ്ക്രീം ആണെന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ നല്ല ക്രീമുള്ള നല്ല ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഈ സാധനം കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. അതുപോലെയാണ് കൃഷ്ണഭക്തി നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു. ആ കാര്യങ്ങളെല്ലാം ഹയർ ടേസ്റ്റ് ആണ്. അത് എവിടെയോ ഉണ്ട് മൈൻഡില്, പക്ഷെ അതെവിടെയോ മറക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭൗതികമായിട്ട് കിട്ടുന്നതെല്ലാം നമ്മൾ ആഗ്രഹം, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, ഇതിനെല്ലാം നമ്മൾ പോകുന്നത്. പക്ഷെ അതൊക്കെ കിട്ടുമ്പോഴും നമ്മൾ തൃപ്തിപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഇതാണ് അസുഖം പിടിച്ച വ്യക്തിയുടെ അവസ്ഥ. ആ വ്യക്തി അപ്പൊ ജീവേര സ്വരൂപഹോയി, ജീവന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ കൃഷ്ണേര നിത്യദാസ, കൃഷ്ണന്റെ നിത്യദാസനാണ്. അപ്പൊ ആ സ്വരൂപം തിരിച്ചറിയണമെങ്കിൽ കൃഷ്ണനാമം തന്നെ ജപിക്കണം. നമുക്ക് വേറെ ഒരു മാർഗവുമില്ല, അല്ലെ? അപ്പൊ ദുരാശ്രയ, നമ്മളിപ്പോ ആശ്രയം എടുത്തിരിക്കുന്നു. എവിടെ ആശ്രയം എടുത്തിരിക്കുന്നു വെച്ചാല് തെറ്റായ സ്ഥലത്തിൽ പോയി ആശ്രയം എടുത്തിട്ടുണ്ട്. ഭൗതിക ലോകത്തില് തെറ്റായ കാര്യങ്ങൾ ആശ്രയിത്തം എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇതിലൊന്നും താല്പര്യം വരാത്തത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പല തെറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഭൗതിക ലോകത്ത്. അപ്പൊ ഒരു തെറ്റിനെ മറക്കാനായിട്ട് ഇനി ഒരു തെറ്റ് ചെയ്യും, ഇനി ഒരു തെറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ കൃഷ്ണനെ മറന്നു മാത്രമാണ് ജീവിക്കുന്നത്. ഇതിന് ഒരു മാർഗമേ ഉള്ളൂ, എന്താണ്? കൃഷ്ണാവബോധം. എന്നാൽ നമ്മളെ നയിക്കുന്ന ലീഡേഴ്സ് എങ്ങനെയാ ഉള്ളവര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും അവിദ്യയിലാണ് ഇരിക്കുന്നത്, അവർക്കും ജ്ഞാനമില്ല. അപ്പൊ എന്താണ്? രാഷ്ട്രീയക്കാരുണ്ട്, സ്കൂളിലെ ടീച്ചറുണ്ട്, പിന്നെ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, വീട്ടിലെ മുതിർന്ന ആൾക്കാരുണ്ട്,
ഇവരെല്ലാം അന്ധന്മാരാണ്. കാരണം ഇവർക്ക് ആർക്കും കൃഷ്ണാവബോധമില്ല. ഇവർക്ക് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ ഇവരെല്ലാം നമുക്ക് കൃഷ്ണാവബോധം തന്നേനെ. പക്ഷെ ഇവർക്ക് കൃഷ്ണാവബോധമില്ല, അവർക്ക് നോളജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും രാജ്യത്തിലെ ജനങ്ങളെ ലീഡ് ചെയ്യുക? ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഒരാള് എന്താ പറയുക, പുനർജന്മത്തിനെ കുറിച്ച് സംസാരിച്ചു. പുനർജന്മത്തിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ജയിലിലിട്ടു. വേറൊന്നുമില്ല, സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, പാവപുണ്യം 2 കാര്യമുണ്ട്, നിങ്ങളൊക്കെ പാവം ചെയ്താൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞു. ഓരോരുത്തരും കണ്ണില്ലാതെ എന്തുകൊണ്ടാണ് ജനിക്കുന്നു, കൈയില്ലാതെ എന്തുകൊണ്ടാണ് ജനിക്കുന്നു, അവരെല്ലാം ചെയ്ത പാവമാണ് എന്നെല്ലാം പുള്ളി സ്കൂളിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പൊ സ്കൂളിൽ ഒരു ടീച്ചർ അദ്ദേഹത്തിന് കണ്ണ് കണ്ടുകൂടാ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ റിയാക്ട് ചെയ്തു, ഇങ്ങനെയാണോ പറയുന്നത്? അപ്പൊ ഇവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോരുത്തർ അവരുടെ അംഗവൈകല്യമുണ്ട്, ഇതെല്ലാം അവർക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറഞ്ഞു. ഇതൊന്നും സ്കൂളിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് വലിയ വിഷയമായി. അപ്പൊ ആ പറയുന്ന ആള് പറയാണ്, ഇത് ആര് പഠിപ്പിക്കും? ഈ സത്യം ആര് പഠിപ്പിക്കും? നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചു തരുന്നില്ല, സ്കൂളുകളിൽ പഠിപ്പിച്ചു തരുന്നില്ല, ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഒരു കുട്ടി തെറ്റാണെന്ന് മനസ്സിലാക്കിയാലേ ആ കുട്ടി ഇനി തെറ്റ് ചെയ്യാതിരിക്കത്തുള്ളൂ എന്നെല്ലാം പുള്ളി പറയുന്നു. പക്ഷെ എന്നിട്ട് എന്ത് കാര്യമാണ്? ഗവൺമെന്റ് ഉടനെ ആ ലോക്കൽ MP എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഒരു സാറ് എൻ്റെ ഏരിയയിലുള്ള സ്കൂളിൽ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും, അയാളെ ഞാൻ വിടില്ല. അടുത്തത് ചീഫ് മിനിസ്റ്റർ വന്നു. ചീഫ് മിനിസ്റ്റർ പറഞ്ഞു എല്ലാ സ്കൂളിലും ഇനി ബാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പരമസത്യത്തിനെ കുറിച്ച് സംസാരിച്ചതിന് ഒരാളെ വെച്ച് ജയിക്കും. ഇതാണ് കലിയുഗത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെല്ലാം ഏതിലായിരിക്കുന്നത്? ഇവരെല്ലാം അവിദ്യയിലിരിക്കുന്ന ആൾക്കാരാണ്. വിദ്യ എന്താണെന്നേ അവർക്ക് മനസ്സിലായില്ല. അപ്പോ ശരിക്കും വിദ്യ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരാള് ഒരിക്കലും ജനിച്ച ഉടനെ തെറ്റ് ചെയ്യുന്നില്ല. അവരെവിടെയോ തെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ ആ പാവങ്ങൾ അവരെ പിന്തുടരുന്നത്. അപ്പൊ അത് സത്യമാണ്, തെറ്റായ കാര്യമല്ല, അസത്യം തന്നെയാണ്. അതാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുറ്റത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ, നമ്മൾ ചെയ്ത പാവത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കും. പക്ഷെ ഞാൻ ചെയ്ത പാവത്തിന്റെ റിസൾട്ടിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ, ഞാൻ അഹങ്കരിക്കുകയുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പണിഷ്മെന്റ് എനിക്ക് കിട്ടി എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആരെ ശരണം പ്രാപിക്കും? ഭഗവാനെ ശരണം പ്രാപിക്കും. നമുക്ക് വിനയം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അപ്പോ ആ ഒരു വിദ്യ കിട്ടണമെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് കിട്ടത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ പറയും 4 തരത്തിൽ അസുരന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഭഗവത്ഗീതയിൽ പഠിച്ച കാര്യം. അവരാരും ആരെ ശരണം പ്രാപിക്കില്ല? ഭഗവാനെ ശരണം പ്രാപിക്കില്ല. അവരെല്ലാം അതിൽ ചിലര് വന്നിട്ട് ഭക്തന്മാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. അതായത് ഭക്തിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കൃഷ്ണഭക്തനെ എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ വീടുകളിലാവാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലാവാം, നാട്ടുകാരാവാം, ആര് വേണമെങ്കിലും നമ്മളെ കളിയാക്കും, എല്ലാം ചെയ്യും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ ജ്ഞാനം എന്താണെന്ന് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവരും ഫോളോ ചെയ്യുമായിരുന്നു. ഇവർക്ക് നമുക്ക് സമയം തന്നാൽ മതി, അതിനെ ശ്രവിച്ചാൽ മതി. ഈ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഒരാൾ ശ്രവിച്ചാൽ തന്നെ അവർക്ക് മാറും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ ഒരു ട്രിവാൻഡ്രത്തിലെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ക്ലാസ് എടുക്കാൻ പോയി. ഭഗവത്ഗീതയുടെ ക്ലാസ് എല്ലാ ആഴ്ചയും പോയി എടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവരുടെ ആ മാതാജിയുടെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്, എത്തീസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. ദൈവം ഗീത എന്നൊക്കെ പറഞ്ഞ ഒട്ടും ഇഷ്ടമല്ല. ഈ അമ്മയാണെങ്കിൽ അവര് ഭഗവത്ഗീതയൊക്കെ കൊണ്ട് നടക്കുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ്. പക്ഷെ എന്താണ്, ഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, അദ്ദേഹത്തിന്റെ കാല് ആക്സിഡന്റ് ആയി വീട്ടിലിരുന്നു. ആക്സിഡന്റ് ആയിട്ട് കാല് ഒടിഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നപ്പോ 4 മാസം എവിടെയും പോയില്ല. 4 മാസം വീട്ടിലിരിക്കും. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വന്ന് അവിടെ ഇരിക്കും. ക്ലാസ്സിൽ ആ കോർണറിൽ ഒന്ന് ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് വാച്ച് ചെയ്യുന്നത് വെച്ചാല് പുള്ളിക്ക്, കാരണം പുള്ളി ഇന്റലിജന്റ് അല്ലാത്തല്ല. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവര് ബുദ്ധിയുള്ള ആൾക്കാരാണ്, ഇന്റലിജന്റ് ആണ്. അവർക്ക് എല്ലാവരെയും ഈക്വലായിട്ട് കാണണം, എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നുള്ള ചിന്താഗതികാരാണ്. പക്ഷെ അവർ റോങ് ആയിട്ടുള്ള വഴിയിലാണ് പോകുന്നത്. കാരണം അവരുടെ ലീഡർ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരും തെറ്റ് തന്നെ ചെയ്യും.
പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധമാണ്. സമൂഹം സർവഭൂതേഷു നമേ എന്ന് പറയുന്നുണ്ട്. അതായത് സമൂഹം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളും എല്ലാ ജീവജാലങ്ങളും സമമായിട്ട് കാണണമെന്ന് കൃഷ്ണാവബോധമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, വേറെ ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആ പുള്ളി ഇങ്ങനെ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനു വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത് വെച്ചാൽ, ആ പുള്ളിക്ക് ഞാൻ പറയുന്നത് അവർക്ക് കുറെ ഐഡിയ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ തെറ്റാണ്, കൃഷ്ണാവബോധം തെറ്റാണ്, ഈ ഈശ്വര വിശ്വാസം തെറ്റാണ്, അങ്ങനെയാണ്. ഓരോ ക്ലാസ്സിലും മിനിമം 3-4 ചോദ്യങ്ങൾ പുള്ളി ചോദിച്ച് ഈ ആൻസർ കിട്ടി. ഇന്ന് പുള്ളി പിന്നെ ഇസ്കോണിൽ വന്നു തുടങ്ങി. ഇസ്കോണിന്റെ പ്രഭുപാദിന്റെ ബുക്സ് വായിച്ചു തുടങ്ങി. പ്രഭുപാദിന്റെ ബുക്സ് വായിച്ചപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി. കാരണം പുള്ളിയുടെ കുറെ ചോദ്യത്തിന്റെ ആൻസറൊക്കെ ഇതിലുണ്ട് പ്രഭുപാദിന്റെ ബുക്സ്. പുള്ളി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ആരും പറയാതെ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ച് അവരുടെ സ്ട്രീറ്റിലുള്ളവർക്ക് എല്ലാവർക്കും പുസ്തകം വിതരണം ചെയ്യും. ജന്മാഷ്ടമി വന്നാൽ കളക്ഷൻ ചെയ്യും. ഇന്ന് പുള്ളി എന്താ പറയുക, ദീക്ഷ എടുക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ്, അവരുടെ ഫാമിലി കംപ്ലീറ്റ്. അപ്പോൾ എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ കൃഷ്ണാവബോധമാണ് മാറ്റുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? കൃഷ്ണാവബോധം ഉണ്ട്. പക്ഷെ ആ കൃഷ്ണാവബോധം പുറത്തു വരണമെങ്കിൽ കുറച്ച് സമയം അവർ തരണം. നമ്മുടെ വീട്ടിലും പലർക്കും ഇഷ്ടമില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമില്ല എന്ന് അവർ പറയുന്നതേ ഉള്ളൂ. അവർ കുറച്ച് കേട്ടാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഈ പുസ്തകം വായിച്ചാൽ മതി, അവർക്ക് കൃഷ്ണാവബോധം കിട്ടും. പക്ഷെ നമ്മളും ഒരു കാര്യം ചെയ്യണം, അവർക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവരെ പോയി ആർഗ്യൂ ചെയ്യരുത്, അവരുടെ അടുത്ത് അവരെ നെഗ്ലക്റ്റ് ചെയ്യരുത്, അവരെ ഇങ്ങനെ മാറ്റി നിർത്തരുത് നമ്മൾ. അപ്പോൾ അവരെന്ത് ചെയ്യണം വെച്ചാൽ അവരെ കൂട്ടണം. നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കരുത്. അവരുടെ അടുത്ത് പോയി ചുമ്മാ ഒരു പുസ്തകത്തിലെ ഒരു കാര്യം എടുത്തിട്ട് ഒരു പാരഗ്രാഫ് എടുത്ത് ഇത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു നോക്ക്. അവർക്കെന്തോ ഭയങ്കര വെയിറ്റ് ഇട്ട്, എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നു ഫിലോസഫിയൊക്കെ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വായിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരുമ്പോൾ അത് തെറ്റായിട്ട് പറഞ്ഞാലും ശരിയായിട്ട് പറഞ്ഞാലും അങ്ങനെയാണോ അതിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതെ പോകണം. കാരണം നമ്മൾ വായിക്കാൻ ഒരു ചാൻസ് കൊടുത്തു. അപ്പോൾ അവർ വായിച്ചു. നമ്മൾ ഡൗട്ട് നമുക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇതെന്താണെന്ന് അവരെടുത്ത് ചോദിക്കുമ്പോൾ അവർ 2 പ്രാവശ്യം നമുക്ക് വേണ്ടി വായിക്കുന്നുണ്ട്. ആ വായിക്കാനുള്ള ചാൻസ് കൊടുത്തു. അപ്പോൾ അവരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. കാരണം അവർക്കും കൃഷ്ണാവബോധം വേണം, പക്ഷെ അവർക്ക് ഇപ്പൊ വരാൻ താല്പര്യമില്ല. അവരുടെ ഭൗതികമായ സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഡിവോട്ടിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ചേതോദർപ്പണ മാർജന എന്ന് പറയുന്നുണ്ട്. ഒരാൾ ഹരിനാമം റെഗുലറായിട്ട് ജപിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലിരിക്കുന്ന മാർജന എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്നാണ്. അപ്പോൾ ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടിയെ ഡെയിലി തുടച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസം തുടച്ചാൽ അന്നത്തെ ദിവസം മാത്രം അഴുക്ക് പോകും, അടുത്ത ദിവസം അഴുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കണ്ണാടിയിൽ അഴുക്ക് വരും, നമ്മൾ തുടയ്ക്കണം, അഴുക്കുണ്ടാവും, തുടയ്ക്കണം. അപ്പോൾ നമ്മുടെ ലൈഫ് ടൈം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നാൽ അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഉണ്ടാവും. അതായത് കൃഷ്ണഭക്തി ആ ഹൃദയത്തിനകത്ത് വന്നു ചേരും. അല്ലെങ്കിൽ വെറുതെ ചവറ് പോലെ ഇരിക്കുന്ന മായ, എല്ലാം ഇല്യൂഷൻ എല്ലാം വന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ട് നമ്മളെ കൃഷ്ണനെ മറപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ പ്രജി. ഹരേ കൃഷ്ണ. ശരിയായ രോഗം മനസ്സിനാണ്. മനസ്സ് ശുദ്ധമായാൽ, ബോധം ശുദ്ധമായാൽ ഭൗതികതാ രോഗത്താൽ അയാൾ ബാധിക്കപ്പെടുകയില്ല. മനസ്സും ഹൃദയവും അബദ്ധധാരണകളിൽ നിന്ന് നിർമുക്തമാകുവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം സ്വീകരിക്കണം. ഇത് സരളവും അതേസമയം പ്രയോജനകരവുമാണ്. ഭഗവാന്റെ പുണ്യനാമം ജപിക്കുന്നത് മൂലം ഭൗതികതാസ്തിത്വമാകുന്ന ഘോരാഗ്നിയിൽ നിന്ന് സത്വരം സമുദ്ധരിക്കപ്പെടും. ഭഗവത് നാമ ജപത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് അപരാധങ്ങളുടെ ഘട്ടം, രണ്ടാമത്തേത് അപരാധങ്ങൾ ചുരുങ്ങി വരുന്ന ഘട്ടം, മൂന്നാമത്തേത് അപരാധ നിർമുക്തമായ വിശുദ്ധ ഘട്ടം. ഒരു നവശിഷ്യൻ ഹരേ കൃഷ്ണ മന്ത്രം ആരംഭിക്കുമ്പോൾ സാമാന്യേന അപരാധങ്ങൾ ചെയ്തു പോകും. അടിസ്ഥാനപരമായി 10 തരം അപരാധങ്ങളുണ്ട്. ഭക്തൻ ഇവയെ സാവധാനം പരിഹരിച്ചാൽ അടുത്ത ഘട്ടം ദർശിക്കും. സാപരാധ ജപത്തിന്റെയും ശുദ്ധ ജപത്തിന്റെയും മധ്യത്തിലുള്ള ഘട്ടമാണിത്. ശുദ്ധഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉടനെ മുക്തി ലഭിക്കുന്നു. മഹാദവാഗ്നി നിവാപണം എന്ന് പറയുന്ന അവസ്ഥയത്ര ഇത്. സംസാരമാകുന്ന കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അയാൾക്ക് ദിവ്യ ജീവിതത്തിന്റെ രുചി അറിയുവാൻ ഇടവരും. അടുത്തോട് വായിക്കണ പ്രോജി. പറഞ്ഞു വന്നത് എന്തെന്നാൽ, സംസാര രോഗമുക്തി ഉണ്ടാകണമെങ്കിൽ
ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണമെന്നാണ്. ജനങ്ങൾക്ക് ഹരേ കൃഷ്ണ മന്ത്രജപത്തിനുള്ള അവസരം ലഭ്യമാക്കുക എന്നതാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ശ്രദ്ധയോടെ ആരംഭിക്കണം. ജപം മൂലം ശ്രദ്ധ വർദ്ധിച്ചാൽ അയാൾക്ക് കൃഷ്ണാവബോധ സമിതിയിൽ അംഗമാകാം. ഞങ്ങൾ ലോകത്തെമ്പാടും സങ്കീർത്തന സംഘങ്ങളെ അയക്കുന്നുണ്ട്. കൃഷ്ണനെക്കുറിച്ച് ഒരറിവുമില്ലാത്ത ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ പോലും ഹരേ കൃഷ്ണ മന്ത്രം ആയിരക്കണക്കിന് ആളുകളെ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ആകർഷിച്ചു വരുന്നു. മന്ത്രം കുറച്ചു ദിവസം കേട്ടതുകൊണ്ട് മാത്രം ചില ഭാഗങ്ങളിൽ ജനങ്ങൾ തലമുണ്ഡനം ചെയ്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചും ബോധക്കാരെ അനുകരിക്കുവാൻ ആരംഭിക്കുന്നത് ആയി കാണുന്നു. ഇത് അനുകരണമായിരിക്കാം, എന്നാലും നല്ല കാര്യം അനുകരിക്കുന്നത് അഭികാമ്യമാണല്ലോ. ചില അനുകരണ ക്രമത്തിൽ കൃഷ്ണാവബോധ തൽപരരായി തീർന്ന് ആചാര്യനിൽ നിന്ന് ദീക്ഷ നേടുവാൻ മുന്നോട്ട് വരാറുണ്ട്. ആത്മ അപ്പൊ ഇവിടെ ഈ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ അതിൽ സ്റ്റേജസ് പറയുന്നുണ്ട്. ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവര് നാമം ജപിക്കും, പക്ഷെ നാമജപത്തിൽ അപരാധങ്ങളുണ്ടാവും. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ ഈ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടൈം തരാം ലാസ്റ്റ്. അപ്പോൾ നാമം ജപിക്കും. നാമം ജപിക്കുന്നത് അപരാധത്തോടു കൂടിയായിരിക്കും ചിലർ നാമം ജപിക്കുക. ആ തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ വന്നിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ചിലപ്പോൾ ന്യൂസ് പേപ്പർ നോക്കും, ചിലപ്പോൾ ആൾക്കാരുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ചിലർ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജപിക്കും. ഇങ്ങനെ നാമാപരാധമൊക്കെ ചെയ്തിട്ടായിരിക്കും തുടക്കത്തിൽ ജപിക്കുക. പിന്നെ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ എന്താണ് അപരാധം കുറച്ചിട്ട് 10 അപരാധങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ അപരാധങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് 10 അപരാധങ്ങൾ മാറ്റിയിട്ട് നാമം ജപിക്കും. അങ്ങനെ ഒരു സ്റ്റേജ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ജപിച്ചതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേജ്, അതായത് പരിശുദ്ധമായിട്ട് നാമം ജപിക്കും. ഈ അപരാധങ്ങളെല്ലാം മാറ്റിവെച്ച് വേറെ ഒന്നും ഭൗതിക ആഗ്രഹമില്ലാതെ കൃഷ്ണനാമത്തിൽ തന്നെ ഉറച്ച് കൃഷ്ണനിൽ തന്നെ ആഗ്രഹത്തോടു കൂടി നാമം ജപിക്കും. ഇങ്ങനെ ഒരു 3 സ്റ്റേജ് നമ്മൾ ഉണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ, കാരണം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ലോഹം എന്ന് പറയുന്ന കാട്ടുതീ പോലെയാണ്. ഈ കാട്ടുതീ നമ്മൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് അണയ്ക്കാൻ പറ്റില്ല. ഓക്കെ, കാട്ടുതീ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ എങ്ങനെ കെടുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കെടുത്തണമെങ്കിൽ ഒരു കാര്യമേ പറ്റത്തുള്ളൂ. എന്താണ്? മഴ പെയ്യണം. ഇപ്പോൾ ഫോറിനിലെ എന്താ പറയുക, US-ലൊക്കെ ആമസോൺ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കത്തിപ്പിടിച്ചു, എത്രയോ കാലം കത്തിപ്പിടിച്ചു, ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. ഇവർ കുറേ കെമിക്കൽ വാരിയിടും അണയ്ക്കാനായിട്ട്. എന്ത് ചെയ്തിട്ടും അത് അണയ്ക്കാൻ പറ്റില്ല. ഫൈനലി മഴ വന്നിട്ട് തന്നെയാണ് അത് അണയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ മഴ എന്ന് പറയുന്നത് കാരുണ്യമാണ്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ ഗുരുയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് അണയ്ക്കാൻ പറ്റത്തുള്ളൂ? ഈ ഭൗതികമായ ഈ കാട്ടുതീ അണയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഭൗതികമായ ഡിസയർ, ആഗ്രഹങ്ങളെല്ലാം നിൽക്കണമെങ്കിൽ അത് ഗുരുയുടെ അനുഗ്രഹം. അതിനാണ് ദീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ ദീക്ഷയ്ക്ക് ആ ഗുരു കിട്ടുമ്പോൾ ആ ഗുരുയുടെ അനുഗ്രഹം കൊണ്ട് ആ ഡിസയർ എല്ലാം കുറച്ച് ക്രമേണ അങ്ങ് കുറഞ്ഞു വരും. കൃഷ്ണനിലെടുത്ത് താല്പര്യം നമുക്ക് കൂടി വരും. ആ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നാൽ മാത്രമേ നമുക്കത് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത് പഠിപ്പിക്കാനാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രഭുപാദ് പറയുന്നു വെറുതെ ഒരു ടെമ്പിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇന്ത്യയിൽ ആവശ്യത്തിനധികം ടെമ്പിൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും മതി, നമ്മൾ പ്രചരണം ചെയ്താൽ മതി എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും ആ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് ലോകത്തിലെ എല്ലാ ഭാഗത്തും എവിടെയൊക്കെയാണോ ആൾ താമസം ഉണ്ടോ അവിടെയൊക്കെ ആൾക്കാരെ പറഞ്ഞു വിട്ട് പ്രചരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഇടത്തിൽ പോയിട്ട് ജനങ്ങളെല്ലാം നാമം ജപിക്കുന്നുണ്ട്. ചിലർ നാമം ജപിക്കുമ്പോൾ അതിനകത്ത് അവർക്ക് ശ്രദ്ധയില്ലാതെ ജപിക്കും, അല്ലെങ്കിൽ വേറൊരാൾ അനുകരിക്കാൻ വേണ്ടിയിട്ട് അവർ ജപിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ കാണിക്കാൻ, ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ സത്സംഗത്തിൽ വന്നിട്ട് ഇവർ നാമമൊന്നും ജപിക്കാറില്ല, വീട്ടിലൊന്നും ജപിക്കില്ല. പക്ഷെ ആശ്രമത്തിൽ വരുമ്പോൾ ഒരു മാലയും തൂക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാവരുടെ മുന്നിലൊക്കെ നാമം ജപിച്ചിട്ട് അവർ പോകും. അപ്പോൾ അതൊരു ഷോയാണ്. അപ്പോൾ അവർക്ക് ഇനി ശ്രദ്ധയും കാണില്ല. അവർക്ക് അങ്ങനെയല്ല, പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയും. എന്നാൽ അത് തെറ്റില്ല. അങ്ങനെയെങ്കിലും അവർ എത്ര പ്രാവശ്യം നാമം ജപിച്ചു? കുറച്ച് നാമം ജപിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പരിശുദ്ധം അവർ കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം ഒരു ജീവാത്മാവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കിട്ടി. കൃഷ്ണൻ കൃഷ്ണൻ നോക്കി എന്നാണ് അർത്ഥം. അമ്മ എന്ന് വിളിച്ചാൽ അമ്മ തിരിഞ്ഞു നോക്കും. എന്തിനാ വിളിച്ചു എന്ന് ചോദിക്കും.
അല്ലെ? കുറച്ചുകൂടെ കരഞ്ഞുകൊണ്ട് വിളിച്ചാൽ എന്തിനാ കരയണമെന്ന് ഓടിപ്പോവും. ഒച്ചത്തിൽ കരച്ചിൽ കൂട്ടിയാൽ അമ്മ എല്ലാം ഇട്ടിട്ട് ഓടിപ്പോവും. അതുപോലെയാണ് കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ കൃഷ്ണൻ തിരിഞ്ഞു നോക്കി, കൃഷ്ണ കൃഷ്ണ എന്ന് 5-6 പ്രാവശ്യം കുറച്ച് ശ്രദ്ധിച്ച് കൃഷ്ണൻ നോക്കി, എന്താ വേണ്ടതെന്ന് ചോദിക്കും. നിലവിളിച്ച് കൃഷ്ണ എന്ന് പറഞ്ഞ് ഫുള്ളി സറണ്ടർ ആയിട്ട് വിളിക്കുമ്പോൾ കൃഷ്ണൻ അങ്ങ് ഇറങ്ങിപ്പോവും, എല്ലാം ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അമ്മ എങ്ങനെയാണോ ആ എമർജൻസിയിൽ പോയത് അതുപോലെ പോകും കൃഷ്ണൻ. അതാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നതിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ശ്രദ്ധയില്ലാതെ ജപിച്ചാലും ബെനിഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഇസ്കോണിൽ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. പ്രഭുപാദിന്റെ സമയത്ത് ഒരാൾ ജയിലിലുണ്ടായിരുന്നു, ഒരു ഡിവോട്ടി. അത് പിന്നെ ഡിവോട്ടിയാണ്, അന്ന് കള്ളനാണ്, മോഷണം ചെയ്യുന്നതാണ് പരിപാടി. പുള്ളി ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ ആരോ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് ജയിലിലെ വാർഡൻ എന്ത് ചെയ്തു, ഒരു ബുക്ക് ഇങ്ങനെ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾ ജയിലിനകത്ത് കിടന്നിട്ട് ആ റൂമിനകത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അതിന്റെ ബാക്ക് പേജ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ പ്രഭുപാദിന്റെ ഫോട്ടോ കണ്ടു. പ്രഭുപാദിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അതിനകത്ത് പ്രഭുപാദ് എന്താണ്, ഒരു കോസ്റ്റ്ലി വാച്ച് പ്രഭുപാദിന്റെ കയ്യിൽ എന്താ പറയുക, റോളക്സ് വാച്ച് പ്രഭുപാദിന്റെ കയ്യിൽ കിടക്കുന്നു. ആരോ ഗിഫ്റ്റ് കൊടുത്താണ് പ്രഭുപാദിന്റെ. അപ്പോൾ ഇയാൾ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് മേടിച്ചിട്ട് നോക്കിയപ്പോൾ അഡ്രസ്സ് ഇവരുടെ ജയിലിന് കുറച്ചപ്പുറമാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ വിചാരിച്ച് ഇവിടെ പോയാൽ ഈ സ്വാമിജി ഉണ്ടാകും, ഈ സ്വാമിജിയുടെ കയ്യിൽ ഈ വാച്ച് ഉണ്ടാകും, നമുക്ക് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ കള്ളന്റെ ചിന്തയാണ്. എന്നിട്ട് ആ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് അതേപോലെ ജയിലിൽ നിന്ന് റിലീസായി നേരെ ഇസ്കോണിൽ പോയിട്ട് 2 ദിവസം ഈ സ്വാമിജി എവിടെയാണ്. അപ്പോൾ അവിടെ ഇസ്കോണിൽ ആര് പോയാലും എല്ലാം റിസീവ് ചെയ്യും. ആരെങ്കിലും വരും, ഞാൻ പറഞ്ഞു തരാം, കൃഷ്ണനാമം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് പുള്ളി അവിടെ ഇരുന്നപ്പോൾ എല്ലാവരും നാമം ജപിക്കാൻ മാല കൊടുത്തു. പുള്ളിക്ക് താല്പര്യമെല്ലാം ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പറയുകയാണല്ലോ. പിന്നെ പ്രസാദം കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. നല്ല സ്വീറ്റ്സും എല്ലാം കൊടുത്തു, വെജിറ്റേറിയൻ ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തത് ഡെലീഷ്യസ് ആയിട്ടിരുന്നുണ്ട്, നിറയെ കഴിച്ചു. പിന്നെയും അവർ കൊടുക്കുന്നു. 3 നേരം കൊടുത്തു. അടുത്ത ദിവസം കാണാന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യാൻ സ്ഥലം കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അടുത്ത ദിവസം പ്രഭുപാദിനെ കണ്ടപ്പോൾ പ്രഭുപാദിന്റെ കയ്യിൽ വാച്ച് കിടന്നു. അപ്പോൾ ഇങ്ങനെ വാച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രഭുപാദിന്റെ അടുത്ത് പറഞ്ഞു, എവിടെ ഇരുന്നാ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് പറയാൻ ഒരു നാണക്കേട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പ്രഭുപാദിനെ, അതിനെന്താ, കൃഷ്ണനും ജയിലിലാണ് ജനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം, ഭഗവാൻ ദൈവം ജയിലിലാണോ ജനിച്ചു എന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഞാന് മോഷണമാണ് ചെയ്തത്. കൃഷ്ണനും മോഷണം ചെയ്തു എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ദൈവവും മോഷണം ചെയ്തു, അപ്പൊ ഞാൻ തെറ്റായിട്ടുള്ള പരിപാടിയൊന്നുമല്ല ചെയ്തത്, ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ ചെയ്തു എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പ്രഭുപാദ് സംസാരിച്ചു, പ്രസാദം കഴിച്ചു എന്ന് പറഞ്ഞു, കഴിക്കാൻ പറഞ്ഞു. പിന്നെ വന്നു. അപ്പൊ പുള്ളി വാച്ചൊക്കെ കണ്ടിട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ പ്രഭുപാദിന് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ആ വാച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് വേണോ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അങ്ങെടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ പുള്ളി വാച്ചിന് വേണ്ടി വന്നതാണ്, പക്ഷെ അവിടെ സ്റ്റേയിങ് നല്ലതാണ്, നല്ല പ്രസാദം കിട്ടി. അവർ നാമം ജപിക്കാൻ പറയും, താല്പര്യമില്ലാതെ നാമം ജപിച്ച വ്യക്തി പിന്നെ വലിയ ഡിവോട്ടിയായി. ഇസ്കോൺ ITVയുടെ എന്താ പറയാ മെയിൻ ആളെന്ന് വെച്ചാൽ ആ ITVയുടെ CEO എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി ആ പ്രഭു ക്ലാസ് എടുക്കുമ്പോൾ പ്രഭു സന്യാസിയുടെ ഇതാണ്, അത്രയും ഗ്രേറ്റ് ആണ് അദ്ദേഹം. ഒരുപാട് പ്രീച്ച് ചെയ്തു. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറയും, എന്നെ പോലത്തെ വ്യക്തികൾക്ക് തന്നെ മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറാമെന്ന് പറയും. അപ്പോ എക്സാമ്പിളിന് അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നു. ഇതുപോലെ ഇനിയൊരു കേസ്, ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാല് വന്നു മോഷണം ചെയ്തിട്ട് അതെന്ത് കൊലപാതകം ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തി ഇസ്കോണിൽ വന്ന് ജോയിൻ ചെയ്യും. ഇസ്കോണിൽ ജോയിൻ ചെയ്തതല്ല, ഇസ്കോണിൽ ഒരു ദിവസം ഇങ്ങനെ പോലീസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നഗരസങ്കീർത്തനം നടത്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ പോയി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നേരെ ഇസ്കോൺ ടെമ്പിളിനകത്ത് എല്ലാവരും ഗ്രൂപ്പായിട്ട് കീർത്തനം ചെയ്തിട്ട് പോയി. ഇദ്ദേഹം അവിടെ ഇരുന്ന് പോലീസിനെ പേടിച്ച് അവിടെ തന്നെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള എല്ലാവരും ചോദിച്ചു, എവിടെ നിന്നാ വരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ താമസിക്കാന്ന് ഡിവോട്ടീസ് പറഞ്ഞു. അപ്പോൾ താമസിച്ചു. പുള്ളി ഡെയിലി രാവിലെ എണീറ്റ് 4 മണിക്ക് ഇവര് ഉണർത്തി വിടും. 4 മണിക്ക് ഉണർത്തി വിട്ടപ്പോൾ മാല എടുത്ത് വെച്ച് ജപിക്കണം. പുള്ളി താല്പര്യമില്ല, പക്ഷെ ഇവിടെ ഇരുന്നാൽ ജപിക്കണം. അതുകൊണ്ട് ചുമ്മാ എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഹരേ കൃഷ്ണ എന്ന് പറയും. പിന്നെ ചുമ്മാ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ കൃഷ്ണ രാമ രാമ പിന്നെ ഉറങ്ങും. ആരെങ്കിലും വന്ന് തട്ടുമ്പോൾ പിന്നെ ഹരേ കൃഷ്ണ എന്ന് ജപിക്കും. ഇങ്ങനെ ഉറങ്ങിയും ഉറങ്ങാതെയും ജപിച്ചും ജപിക്കാതെയും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു.
കടയിൽ സാധനം മേടിക്കാൻ പോകും, പൈസ കൊടുത്ത് സാധനം മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് പോക്കറ്റിലിടും. കാരണം ഇവർക്കെല്ലാം ഇതാണ് പരിപാടി, കുറച്ച് കൊടുക്കും. അപ്പൊ ഇങ്ങനെ പുള്ളി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ചോദിച്ചു നിനക്ക് ദേഷ്യ വേണോ ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു ആ എടുക്കാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ പറഞ്ഞു പ്രഭുപാദ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ, അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രസിഡന്റ് മനസ്സിലാക്കിയത് ഇയാള് കൊലപാതകം ചെയ്തിട്ടാണ്. പ്രസിഡന്റ് ഭയങ്കര ഷോക്കായിട്ട്, ഇങ്ങനെ ഒരാളെ പിടിച്ചു വെച്ചാൽ നമ്മളെയും കൂടെ പിടിച്ചുകൊണ്ട് പോകും. ഉടനെ പ്രസിഡന്റ് പറഞ്ഞു പോയിട്ട് പോലീസിൽ പോയി സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇത്രയും നാൾ 1-2 മാസം അവരെ സ്റ്റേ ചെയ്ത് കൃഷ്ണപ്രസാദം കഴിച്ച് ജപിച്ചില്ല എന്ന് പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് മനസ്സിലൊരു മാറ്റം. പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേട്ടു, കോടതിയിൽ പോയി സറണ്ടർ ചെയ്തു. പോലീസിൽ തിരിച്ച് കോടതിയിൽ പോയപ്പോൾ അവിടെ ചോദിച്ചു നീ എന്താ ചെയ്തത്, എവിടെയാ പോയി, എന്തിനാ തിരിച്ച് സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞു. അത് അവിടെ ഉള്ള പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞു. ശരി, നീ അവിടെ എന്താ ചെയ്തു, അവിടെ എന്താ ആക്ടിവിറ്റീസ് ചോദിച്ചു. അത് 4 മണിക്ക് ഉണർത്തി വിടും. 4 മണിക്ക് ഉണർത്തുമോ എന്ന് ചോദിച്ചു. അതെ 4 മണിക്ക് ഉണർന്നിട്ട് എന്ത് ചെയ്യും? അത് 1 മണിക്കൂർ നാമം ജപിക്കണം. എന്ത് നാമമാണ്? അതിങ്ങനെ ഹരേ കൃഷ്ണ, ഇത് റിപ്പീറ്റ് ചെയ്തേ ജപിക്കൂ. അത് റിപ്പീറ്റ് ചെയ്ത് ജപിക്കും. 2 മണിക്കൂർ ജപിക്കും എന്ന് പറയും. 2 മണിക്കൂറാ ഓപ്പോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. അടുത്തത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ ഭാഗവതം കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കും, അത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് പ്രസാദം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ പുസ്തകം വിൽക്കാനായിട്ട് ഇങ്ങനെ റോഡ് തോറും നടക്കും. അപ്പം നടന്നാണ് പോകുന്നത്. ഡോർ ടു ഡോർ പോവും. നിങ്ങൾക്ക് പൈസ തരുമോ? പൈസയൊന്നും മേടിക്കാറില്ല, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് കുളിക്കും. അപ്പോൾ ഡെയിലി 2 നേരം കുളിക്കുമോ? 2 നേരം കുളിക്കും എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം എന്ത് ചെയ്യും? വൈകുന്നേരം ഇങ്ങനെ പൂജ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് എത്ര മണിക്ക് ഉറങ്ങും? ഞങ്ങൾ 10 മണിക്ക് ഉറങ്ങും. ഇതെല്ലാം കേട്ടതും ജഡ്ജി ഉടനെ പറഞ്ഞു എന്തായാലും ജയിലിൽ നിനക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടില്ല. ബെസ്റ്റ് പണിഷ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, നിനക്ക് ഈ ഇസ്കോൺകാർ തന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാന്ന് പറഞ്ഞ് കേസില്ലാതെ മിറാക്കിൾ പോലെ അവരെ വെറുതെ വിട്ടു. അതും വലിയൊരു ഭക്തനായിട്ട് തന്നെ ഇസ്കോണിൽ മാറി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രഭുപാദ് പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഈ നാമവും ഈ ഭാഗവതവും ഏതൊരു വ്യക്തിയെ മാറ്റും എന്നുള്ളത് പ്രഭുപാദ് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ വെറുതെ പറയുകയല്ല. ഇനി പ്രഭുപാദും ലൈഫ് അങ്ങനെ തന്നെയാണ് കാണിച്ചത്. നാമം ജപിച്ചുകൊണ്ട് ആരും ജീവൻ വിടില്ല. പ്രഭുപാദ് നാമം ജപിച്ചുകൊണ്ടേ പോയി. അപ്പോൾ എല്ലാവരും കാണവേ നാമം ജപിച്ചിട്ട് ശരീരം ഉപേക്ഷിച്ചു. എല്ലാ സ്വാമിമാരും എന്ത് ചെയ്യുന്നത് ഇതെല്ലാം സംസാരിച്ചാലും അമേരിക്കയിൽ പോയി ഹോസ്പിറ്റലിൽ മൂക്കിലും വായിലൊക്കെ ട്യൂബ് ഇട്ടിട്ടാണ് കിടന്ന് ചാകുന്നത്. പക്ഷെ പ്രഭുപാദ് ഹോസ്പിറ്റലിൽ കിടന്ന വ്യക്തി വൃന്ദാവനത്തിൽ വന്നിട്ട് ശരീരം ഉപേക്ഷിച്ചു. ഇതാണ് ആചാര്യാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒരു പേര് അത് ആരെങ്കിലും ഒരാൾ വായിച്ചു. ആര് വായിക്കും? ജയശ്രീ മാതാജി വായിക്കാവോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മാർത്ഥതയുള്ളവന് ദീക്ഷ നൽകപ്പെടും. ഭജനക്രിയ എന്നാണ് ഈ ഘട്ടത്തിന് പേര്. അപ്പോൾ മുതൽ അവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രതിദിനം 16 വട്ടം ജപിച്ചും അവിഹിത ലൈംഗിക ബന്ധം പരിഹരിച്ചും മദ്യം വർദ്ധിച്ചും മാംസഭോജനം ഉപേക്ഷിച്ചും ചൂട് കളിക്കാതെയും ഭഗവത് സേവനത്തിൽ പ്രവേശിച്ചതായി കരുതാം. ഭജനക്രിയ വഴി സംസാര കാലുഷ്യങ്ങളിൽ നിന്ന് മോചനം നേടാം. അവൻ പിന്നീട് ഇറച്ചിയും ഉള്ളിയും കലർത്തി രുചികരങ്ങളാക്കിയ ഭോജ്യങ്ങൾ ലഭിക്കുന്ന ഹോട്ടലുകളിലേക്ക് കയറി ചെല്ലുകയില്ല. പുകവലിക്കുന്നതിലോ ചായയോ കാപ്പിയോ കുടിക്കുന്നതിലോ അവന് ശ്രദ്ധയുണ്ടാവുകയില്ല. അവൻ അവിഹിത ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുന്നു എന്ന് മാത്രമല്ല, ലൈംഗിക ജീവിതം തന്നെ ഉപേക്ഷിക്കുന്നു. ആവശ്യമില്ലാത്ത ഭാവനകളിലോ ചൂതാട്ടങ്ങളിലോ മുഴുകി അവൻ സമയം ദുർവ്യയം ചെയ്യുകയില്ല. ഇതിനർത്ഥം അവൻ അനർത്ഥങ്ങളിൽ നിന്ന് നിവൃത്തനായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അനർത്ഥം എന്നതിന് ആവശ്യമില്ലാത്ത കാര്യം എന്ന് വിവക്ഷ. കൃഷ്ണാവബോധ പ്രസ്ഥാനവുമായി ഗാഠബന്ധമുണ്ടാകുമ്പോൾ അനർത്ഥങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് നിവൃത്തി ലഭിച്ച ഒരാൾക്ക് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കാം. അത്തരം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിന്ന് ഭക്തിയുടെ സേവനത്തിൽ നിന്ന് ആനന്ദോന്മാദം അനുഭവിക്കാം. ഭാവം എന്ന് ഈ അവസ്ഥയെ പറയുന്നത്. അന്തർലീനമായ ഭഗവത് പ്രേമത്തിന്റെ പ്രാരംഭ ജാഗ്രത അവസ്ഥയാണ് ഇത്. ഉപാധിബദ്ധനായ ആത്മാവ് അങ്ങനെ സാംസ്കാരിക അസ്തിത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ജീവിതത്തിലെ ശാരീരിക ഭാവനയിലുള്ള താല്പര്യമില്ലാത്തവനായി തീരുന്നു. ഭൗതിക സമ്പത്തുക്കൾ, ഭൗതിക വിജ്ഞാനം, ഭൗതികതയുടെ പലതരം ആകർഷണങ്ങൾ മുതലായവയാണ് ജീവിതത്തിലെ ശാരീരിക ഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ നിലവാരത്തിലെത്തുമ്പോൾ പരമപുരുഷോത്തമൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ മായ എന്താണെന്നും അയാൾക്ക് മനസ്സിലാവും. മായയ്ക്ക് നാശമില്ലെങ്കിലും ഭാവഘട്ടത്തിലെത്തിയ ഭക്തന് അതിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തന് മായയുടെ യഥാസ്ഥിതി അറിയുവാൻ കഴിയും. കൃഷ്ണ വിസ്മൃതിയാണ് മായ. കൃഷ്ണ വിസ്മരണവും കൃഷ്ണാവബോധവും നിഴലും വെളിച്ചവും പോലെ അടുത്തടുത്ത് നിൽക്കുന്നു. നിഴലിൽ നിൽക്കുന്നവന് വെളിച്ചം നൽകുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റുകയില്ല. അല്ല, വെളിച്ചത്തിലാണ് ഒരുവൻ നിൽക്കുന്നതെങ്കിൽ നിഴലിന്റെ ഇരുട്ടിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കൃഷ്ണാവബോധത്തിൽ പ്രവേശിച്ചവൻ പതുക്കെ പതുക്കെ സ്വതന്ത്രനായി വെളിച്ചത്തിൽ നിൽക്കുന്നു. വാസ്തവത്തിൽ അവൻ ഇരുട്ടിനെ സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യ 22:31 ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ സൂര്യ സമ മായാഹയ അന്ധകാര യാഹാൻ കൃഷ്ണ താഹാൻ നഹി മായാര അന്ധകാര. കൃഷ്ണനെ പ്രകാശത്തോട് ഉപമിച്ചിരിക്കുന്നു, മായയെ അന്ധകാരത്തോടും. പ്രകാശമുള്ള ദിക്കിൽ ഹരേ കൃഷ്ണ പ്രകാശമുള്ള ദിക്കിൽ അന്ധകാരത്തിന് അവകാശമില്ല. കൃഷ്ണാവബോധത്തിൽ പ്രവേശിച്ചാൽ മായയാകുന്ന അന്ധകാരം കൃഷ്ണന്റെ ബാഹ്യ ചൈതന്യത്തിന്റെ സ്വാധീനത ഉടൻ തന്നെ ഇല്ലാതാകും. ഹരേ കൃഷ്ണ തോജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ പറയുന്ന 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഡിവോഷണൽ പ്രോഗ്രസ് നേടുമ്പോഴത്തേക്ക് ഈ 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യുകയും ഹോട്ടൽസിൽ പോയി കഴിക്കാതെയും പിന്നെ എന്താ പറയുക നോൺ വെജ് കഴിക്കാതെയും ഉള്ളി വെളുത്തുള്ളി എല്ലാം അവോയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആധ്യാത്മിക പുരോഗതി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നപ്പോൾ നമുക്ക് അനർത്ഥ നിവൃത്തി എന്ന് പറയും. അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, പല ആധ്യാത്മികത്തിൽ വരുന്ന തടസ്സങ്ങളെല്ലാം നിവൃത്തി ചെയ്യാൻ സാധിക്കും. എങ്ങനെ നിവൃത്തി ചെയ്യാം? ഇതുപോലത്തെ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതെല്ലാം നിവൃത്തി ചെയ്യാൻ പറ്റും. അങ്ങനെ അനർത്ഥ നിവൃത്തിയിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റേജസ്, ഒരുപാട് സ്റ്റേജസ് നെക്ടർ ഓഫ് ഡിവോഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഭാവ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഹയർ സ്റ്റേജ് ആണ്. എല്ലാം മറന്നിട്ട്, ഭൗതികമായ താല്പര്യങ്ങളെല്ലാം മറന്നിട്ട് നമ്മൾ കൃഷ്ണനാമത്തിലും കൃഷ്ണ കഥകളിലും എല്ലാം താല്പര്യത്തോടു കൂടി ഭഗവത് സേവന ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൃഷ്ണാവബോധത്തിൽ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ട് അങ്ങ് മാറും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണ സൂര്യ സമഹ മായാഹയ അന്ധകാര യഹാൻ കൃഷ്ണ താഹാൻ നഹി മായാധികാര എന്ന് പറയും. കൃഷ്ണൻ സൂര്യന് തുല്യമാണ്, മായ ഇരുട്ടിന് തുല്യമാണ്. എവിടെയാണോ കൃഷ്ണൻ ഉള്ളത് അവിടെ മായയ്ക്ക് അധികാരമില്ല എന്നാണ്. അപ്പോൾ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഇരുട്ടുണ്ടാവില്ല. ജ്ഞാനം ഉണ്ടെങ്കിൽ എന്താണ്, അജ്ഞാനം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ കൃഷ്ണൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തില് എന്താ പറയുക മായ ഇരുട്ട് നമ്മളെ വിട്ടു പോകും. അപ്പൊ അതിന് കൃഷ്ണാവബോധം തന്നെയാണ് ഒരേ മാർഗം, വേറെ മാർഗമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, ഭാവ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ഒന്നുകൂടെ പറയൂ. ഇപ്പൊ ഭാവ സ്റ്റേജില് ഉള്ള ആളുകള് ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്ന ആരെങ്കിലും ഒരു ഉദാഹരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരുന്നത്? ഭാവ സ്റ്റേജില് നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഭരത മഹാരാജ് ഇല്ലേ, ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ പഠിക്കും. ഭരത മഹാരാജ് ഭാവ സ്റ്റേജിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതായത് കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജ്യഭരണം, കാരണം ചെറുപ്പമായിരുന്നു, സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു, ഒരുപാട് സേവകന്മാരുണ്ടായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും ഭൗതികമായിട്ട് ഇരുന്നിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയിട്ട് ഭഗവാനെ തന്നെ ധ്യാനിക്കാനായിട്ട് പോയ വ്യക്തിയാണ് ഭരത ചക്രവർത്തി. പക്ഷെ അവിടെ എന്താണ്, അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭാവ സ്റ്റേജിലിരുന്ന് സാധാരണ ആരും വീണു പോവില്ല. പക്ഷെ ഇവിടെ നമ്മളെപ്പോലെ ജീവാത്മാക്കൾക്ക് ഒരു ടീച്ചിങ്സ് തരാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ഹയർ സ്റ്റേജിൽ ഇരുന്നാലും മെറ്റീരിയൽ ഡിസയർ വെച്ചുകൊണ്ടാണ് ഇരിക്കുമെങ്കിൽ നമ്മൾ വീണു പോകും എന്ന് കാണിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കാട്ടിലെ ആ മാനിനെ സിംഹം പിടിക്കാൻ പോയപ്പോൾ പ്രസവിച്ച് വെള്ളത്തിൽ മാന് പോവും. ആ മാനിനെ എടുത്ത് പ്രൊട്ടക്ട് ചെയ്യും. ശരി, ഒരു സന്യാസിയെ പോലെ അല്ലെങ്കിൽ ഒരു യോഗിയെ പോലെ ഇരിക്കുന്നവർക്ക് മറ്റ് ജീവാത്മാക്കളുടെ അടുത്ത് കാരുണ്യം കാണിക്കാം. കാരുണ്യം കാണിച്ചു എന്ന് പറഞ്ഞ് അവരെ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പോയാൽ അവരും വീണു പോകും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്.
ഇദ്ദേഹത്തിന് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ സ്വന്തം മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഇരിക്കാമായിരുന്നു, കാട്ടിൽ വരേണ്ട ആവശ്യമില്ല. പക്ഷെ കാട്ടിൽ വന്നിട്ട് മാനിന്റെ അടുത്ത് സ്നേഹം കാണിച്ചു. ശരി, ഒരു ദിവസം മാന് കാണാതെ പോയി. അപ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ മാനിനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നു. ഈ മാൻ എവിടെ പോയോ, എന്ത് സംഭവിച്ചോ ഈ മാനിന്, അങ്ങനെ വിഷമിച്ചു ആ മാന് പോയത് കൊണ്ട്. ആ സമയത്ത് മരണം സംഭവിച്ചു. അദ്ദേഹത്തിന് കൃഷ്ണന്റെ അടുത്ത് പോകാൻ പറ്റാതെ അടുത്ത ജന്മത്തിൽ എം വാപി സ്മരൺ ഭാവം ത്യജത്യന്തയെ കളയവരും, ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്താണോ സ്മരിക്കുന്നത് അതനുസരിച്ച് ശരീരം കിട്ടും, അടുത്ത ശരീരം. അതുപോലെ മാനായിട്ടൊന്ന് ജനിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഹയർ സ്റ്റേജിൽ ഇരുന്നിട്ട് ഇരിക്കുന്നതിനാണ്. അതായത് നമ്മുടെ ഓരോ ശുദ്ധനാമമൊക്കെ ജപിച്ചിട്ട് കുറച്ചുകൂടെ നമ്മൾ അടുത്ത ഫൈനൽ സ്റ്റേജിൽ പോകുന്നതാണ്. ഭാവ കഴിഞ്ഞാൽ പിന്നെ പ്രേമമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാധ ഗോപിയൊക്കെ ചെയ്യുന്നത് പോലെ പ്രേമം മാത്രം, വേറെ ഒന്നും താല്പര്യമില്ല, കൃഷ്ണൻ മാത്രം മതി എൻ്റെ ലൈഫിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് പ്രേമം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ചില സന്യാസിമാരൊക്കെ ഉണ്ട് ആ അപ്പൊ സ്റ്റേജിൽ. അങ്ങനെ കലികാലത്തില് അത് സാധിക്കുന്നവരുണ്ട് അല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. കലികാലത്തില് അത് തീർച്ചയായും ഉണ്ട്. സാധിക്കുന്നവരുണ്ട് അല്ലേ പ്രഭുജി? അതായത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു മാതാജി എപ്പോഴും കൃഷ്ണനെ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കും. ഓക്കെ, ഈ മാതാജി ഫോറിനിലാണ്. ഈ മാതാജിയെ പലരും വട്ടാണെന്ന് പറയും. കാരണം ഈ മാതാജി പറയും ഞാൻ കൃഷ്ണന്റെ അടുത്ത് സംസാരിച്ചു, കൃഷ്ണനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ മാതാജി പറഞ്ഞു, ഞാന് ഇന്ന് കൃഷ്ണൻ എന്നെ വന്ന് വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു ഇവർക്ക് എന്തോ വട്ട് കൂടി എന്ന് വിചാരിച്ചു, ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കേണ്ടി വരുന്നു. പക്ഷെ ഈ മാതാജി എന്താ ചെയ്യുന്നത് വെച്ചാല് അങ്ങനെയൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം പട്ട് സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വെച്ച് തിലകൊക്കെ ഇട്ടിട്ട് എല്ലാവരുടെ വന്ന് പറഞ്ഞു ഇന്ന് കൃഷ്ണൻ എന്നെ വിളിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരും വിശ്വസിച്ചില്ല. പക്ഷെ അവര് നേരെ പോയിട്ട് ബെഡിൽ പൂവെല്ലാം ഇട്ട് ബെഡിനകത്ത് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അവര് നല്ല എന്താ പറയാ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് തിലകെല്ലാം ഇട്ട് പട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് നേരെ ബെഡിൽ പോയി കൃഷ്ണന്റെ ആ വിഗ്രഹം അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കിടന്നു അവരങ്ങ് പോയി, തിരിച്ചു പോയി. അപ്പോ ഈ ഒരു സ്റ്റേജ് നമുക്ക് മനസ്സിലാകില്ല പുറമേ ഉള്ളവർക്ക്. പക്ഷെ അവര് നേരിട്ട് വന്ന് പറഞ്ഞതാണ് കൃഷ്ണൻ എന്നെ വിളിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആരും വിശ്വസിച്ചില്ല. പക്ഷെ അങ്ങനെ തന്നെ അവർ തിരിച്ചുപോയി. അപ്പൊ ഈ സ്റ്റേജിൽ പലരും ഉണ്ടാകും, ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല അവരുടെ സ്റ്റേജ്. അവർ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. അതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നിർത്താം. യെസ്, മാതാജി ഹാൻഡ് ആരാ റൈസ് ചെയ്തിരിക്കുന്നു.